ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഡി മണിയെക്കുറിച്ച് അന്വേഷിക്കാൻ SITയുടെ സ്പെഷ്യൽ സ്ക്വാഡ് ചെന്നൈ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. SIT ഉദ്യോഗസ്ഥർ ചെന്നൈയിലെത്തി വിവരം ശേഖരിച്ചു തുടങ്ങി. വിഗ്രഹക്കടത്തിന് ഡി മണി ഇടനിലനിന്നെന്ന് SITക്ക് മൊഴി ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, ഈ ചെന്നൈ വ്യവസായിയായ ഡി മണി ആരാണ്? അയാളുടെ റോൾ എന്താണ് എന്നതിലേക്കാണോ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം നീളുന്നത്? വിദേശ വ്യവസായിയിൽ നിന്നാണല്ലോ ഡി മണിയെക്കുറിച്ചും പുരാവസ്തു കടത്തു സംഘവുമായിട്ടുള്ള അയാളുടെ ബന്ധത്തെക്കുറിച്ചുമൊക്കെയുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അവർ അന്വേഷണം തുടങ്ങിയോ? തീർച്ചയായും മനു, കഴിഞ്ഞ ദിവസം അതായത് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദേശ വ്യവസായിയുടെ മൊഴി, ആ മൊഴിയിലാണ് ഡി മണിയെ കുറിച്ചുള്ള വിവരങ്ങൾ ഉള്ളത്. അതിൽ ഡി മണി ഈ പുരാവസ്തു കടത്ത് സംഘത്തിന്റെ അംഗമാണ് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ആ മൊഴിയിൽ പറഞ്ഞിരുന്നു. ഏതായാലും ഒരു ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യവസായിയുടെ പങ്കിനെ കുറിച്ച് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ സൂചനകളൊക്കെ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡി മണിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇപ്പോൾ ഡി മണിക്കായി പ്രത്യേക ഒരു സ്ക്വാഡിനെയാണ് SIT രൂപീകരിച്ചിരിക്കുന്നത്. അതായത് SITക്കുള്ളിൽ തന്നെ ഒരു പ്രത്യേക സ്ക്വാഡ് എന്ന നിലയ്ക്കായിരിക്കും ഇത് പ്രവർത്തിക്കുക. ആ രീതിയിൽ SIT പ്രത്യേകമായി തന്നെ ഈ ഒരു സ്ക്വാഡിനെ രൂപീകരിക്കുകയും ആ സ്ക്വാഡിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകം തന്നെ സ്പെഷ്യൽ സ്ക്വാഡ് ചെന്നൈയിലേക്ക് എത്തിയിട്ടുണ്ട്. ചെന്നൈയിലെത്തി അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഡി മണിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ, അന്വേഷണം ഒക്കെ നടത്തി വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. എത്രയും വേഗം ഡി മണിയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് SITയും തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എത്രയും വേഗം ഡി മണിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നത് തന്നെയാണ് നിലവിൽ SIT. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, ഡി മണി ഇവരൊക്കെ ഒരു ഒറ്റ നെക്സസായി നിന്ന് പ്രവർത്തിച്ചിരുന്നു. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്ന നിഗമനത്തിലേക്കാണോ അന്വേഷണ സംഘം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഷീജ? തീർച്ചയായും. കാരണം അതിന് ഒരു തെളിവ് ഇപ്പോൾ SITയുടെ പക്കലുള്ളതെന്ന് പറയുന്നത് ഈ ഡി മണിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചാണ് ഈ വിഗ്രഹത്തിന്, അതായത് സ്വർണം വേർതിരിച്ചത് എന്നുള്ളത് വ്യക്തമായിരുന്നു. അപ്പോൾ ആ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEOയെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു SIT. അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസുമായും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും അടുത്ത ബന്ധം ഈ ഡി മണിക്കുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ഈ സ്വർണ്ണമോഷണവുമായി കൃത്യമായിട്ടുള്ള ഒരു ബന്ധം ഈ ഡി മണിക്കുമുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് SIT എത്താൻ കാരണം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ചെന്നൈ കേന്ദ്രീകരിച്ച് സ്പെഷ്യൽ സ്ക്വാഡ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടി, ഈ ഡി മണി, ഇപ്പോൾ ഞാൻ മാധ്യമങ്ങളിലൊക്കെ ചില വാർത്തകൾ കണ്ട് ദാവൂദ് മണി എന്നൊക്കെ ഒരു വിളിപ്പേരുണ്ട് ഇയാൾക്ക് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിന്റെ വസ്തുക്കളെ കുറിച്ച് നമുക്കറിയില്ല, പക്ഷെ അങ്ങനെയൊക്കെ കേൾക്കുന്നു. ഇയാൾ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന്റെ വലിയ കണ്ണിയാണ്, അതിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ് എന്നാണോ SIT മനസ്സിലാക്കിയിരിക്കുന്നത്? അതായത് അതെല്ലാം നിലവിൽ ലഭിച്ചിട്ടുള്ള മൊഴിയിൽ പറയുന്ന കാര്യങ്ങളാണ്. ആ വിദേശ വ്യവസായിയുടെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് അന്വേഷണം ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വ്യാപിപ്പിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ തലത്തിലുമുള്ള പരിശോധന നടത്തി ഡി മണിയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മനു സൂചിപ്പിച്ചതുപോലെ സമൂഹ മാധ്യമങ്ങളിലടക്കം നിരവധി വിഷയങ്ങൾ ഡി മണിയെ കേന്ദ്രീകരിച്ച് വരുന്നുണ്ട്. എപ്പോഴും അതിന്റെ ഒന്നും വസ്തുതയും നിജസ്ഥിതിയും ആ രീതിയിൽ SIT ഉറപ്പിച്ചിട്ടില്ല. SITയുടേതായിട്ടുള്ള അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ ഉറപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് SIT തീരുമാനിച്ചിരിക്കുന്നത്. മനു, ഓക്കെ, താങ്ക് യു ഷീജ. ഷീജയാണ് തിരുവനന്തപുരത്ത് ഈ വിവരങ്ങൾ നൽകിയത്. ഡി മണി എന്ന് പറയുന്ന ആ വിദേശ വ്യവസായിയുടെ മൊഴിയിൽ വന്ന ആളെ തേടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചിരിക്കുന്നു. ഈ പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന്റെ ഭാഗമാണ് ഇയാൾ എന്നൊരു നിഗമനമാണ്, എന്നൊരു മൊഴിയാണ് അന്വേഷണ സംഘത്തിന് ഈ പറയുന്ന വിദേശ വ്യവസായി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെന്നൈ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഒപ്പം തന്നെ റൊദ്ദൻ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഈ സ്വർണം വാങ്ങിയ ജ്വല്ലറി ഉടമ, ആ സ്വർണം വേർതിരിച്ചെടുത്ത സ്മാർട്ട് ക്രിയേഷൻസ്, ഇപ്പോൾ ഇതാ ഡി മണി, മറ്റൊരു കണ്ണി കൂടി അതിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ്. ഏതായാലും അന്വേഷണം അതിന്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ.